ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഈ ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. 6th സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5ാമത്തെ ചാപ്റ്ററായ സാംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നുള്ള ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ് നമുക്കിന്ന് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ സാംസ്കാരിക സവിശേഷതകളാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 സവിശേഷതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 4ാമത്തേതാണ് സംസ്കാരം ചലനാത്മകമാണെന്നുള്ളത് കേട്ടോ. കൾച്ചർ ഈസ് ഡയനാമിക്. വിവാഹ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി വിവാഹ ആഘോഷത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവെക്കുന്നത് ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ചെറുപ്പകാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വെച്ചായിരുന്നു. അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം പാകം ചെയ്തത്. വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ കൊച്ചുമക്കളുടെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു. മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഓഡിറ്റോറിയം, വേദിയിൽ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും. ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി ഇടൽ തുടങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെല്ലാം പുതിയ ആഘോഷങ്ങളാണ്. വിവാഹത്തിൻ്റെ നടത്തിപ്പിന് തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ. ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംഘമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത്. പാചകത്തിനും ഭക്ഷണം വിളമ്പാനും പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത വിഭവങ്ങൾ സദ്യയിലുണ്ടായിരുന്നു. ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹ രീതികൾ എത്രമാത്രം മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പണ്ട് കാലത്തുള്ള വിവാഹ രീതികളെ പറ്റിയും ചടങ്ങിനെയൊക്കെ പറ്റിയും അതുപോലെ എന്താണ് അതിൽ നിന്ന് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ രീതി എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. വിവാഹ രീതിയിൽ വന്നിട്ടുള്ള ആധുനിക പ്രവണതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണിവ. വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചില്ലേ? എന്തൊക്കെയാണവ? അപ്പോൾ വിവാഹ രീതിയിൽ വന്നിട്ടുള്ള ആധുനിക പ്രവണതകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് സേവ് ദ ഡേറ്റ്, അതുപോലെ മൈലാഞ്ചി ഇടൽ ചടങ്ങ്, അതുപോലെ അലങ്കരിച്ച ഹാളുകൾ. ഇതൊക്കെ എന്താണ്? പുതിയ പ്രവണതകളാണല്ലേ. അപ്പോൾ വിവാഹ ചടങ്ങിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിവാഹ സൽക്കാരത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പണ്ടത്തെ കല്യാണമൊക്കെ എന്താണ് ഒരു ദിവസത്തെ ചടങ്ങായിട്ടായിരുന്നു അല്ലേ കഴിക്കാറുള്ളത്. എന്നാൽ ഇപ്പം എന്താണ് 3, 4 ദിവസങ്ങളായിട്ട് ഓരോ ചടങ്ങുകളാണല്ലേ ഉണ്ടാവാറുള്ളത്. അതായത് മൈലാഞ്ചി കല്യാണം, അതുപോലെ എന്താണ് മഞ്ഞൾ കല്യാണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ വിവാഹ രീതിയിൽ വന്നിട്ടുള്ള പുതിയ പ്രവണതകളാണ്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എന്നിങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വിവാഹം ഒരു സാമൂഹിക കൂടിച്ചേരലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആർഭാടങ്ങളുടെ ഭാഗമായി ധാരാളം പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ചു വരികയും ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിവാഹം പോലുള്ള ചടങ്ങുകൾ ആർഭാടമായി നടത്തുന്നതിന് പകരം വളരെ ലളിതമായി നടത്തുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചർച്ച ചെയ്യൂ. ലളിതമായ ചടങ്ങുകളിൽ നിന്നും അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിവാഹത്തിന്റെ ആചാരങ്ങൾ മാറ്റങ്ങളോട് കൂടി പിന്തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ ലളിതമായ ചടങ്ങുകളിൽ നിന്നൊക്കെ അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്കൊക്കെ വിവാഹ ചടങ്ങുകൾ മാറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വിവാഹത്തിന്റെ ആചാരങ്ങളൊക്കെ എന്താണ് നമ്മുടെ പാരമ്പര്യത്തെ പിന്തുടർന്ന് വരുന്നതാണ് അല്ലേ. അപ്പം ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് 4ാമത്തെ സവിശേഷതയാണ് സംസ്കാരം സാമ്പ്രദായികമാണ് എന്നുള്ളത് കേട്ടോ. സംസ്കാരം സാമ്പ്രദായികമാണ്, അല്ലെങ്കിൽ കൾച്ചർ ഈസ് കസ്റ്റമറി. ഇനി ഇവിടെ ഒരു ബോക്സിൽ തെയ്യത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. അപ്പോൾ തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്ത് നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും അതുപോലെ സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമകാഴ്ചകളാണ്. അപ്പം വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണില്ലേ തെയ്യം. അപ്പോൾ ഇതിലെന്താണ് വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ചടങ്ങുകളാണ് ഇതിനുള്ളത്. അപ്പോൾ തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണിത്. അടയാളം കൊടുക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ അടയാളം കൊടുക്കൽ എന്നുള്ള ആ ഒരു ചടങ്ങ് ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് തെയ്യമാണ് കേട്ടോ. അപ്പോൾ തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതം എടുക്കാറുണ്ട്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് എന്ത് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. അപ്പോൾ നമ്മുടെ ആധുനിക കാലത്തും ഈ ഒരു തെയ്യം, ഈ ഒരു അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സംസ്കാരം സാമ്പ്രദായികമാണെന്നുള്ളതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാം. തെയ്യത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെക്കുറിച്ച് വായിച്ചില്ലേ? എന്തൊക്കെയാണവ? ആദ്യത്തെ ചടങ്ങിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് അല്ലേ. എന്താണ്? അടയാളം കൊടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കെട്ടിയാട്ടം, അതുപോലെ തോറ്റം പാട്ട്, അതുപോലെ വെള്ളാട്ടം, അണിയറ, ഇതൊക്കെ നമ്മുടെ തെയ്യത്തിൻ്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളും ആചാരങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധി സാമ്പ്രദായിക രീതികൾ നിലനിൽക്കുന്നുണ്ട്. അവ പൂർവികരിൽ നിന്നും പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. ഇനി ഇവിടെ ഒരു ആശയപടം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ സംസ്കാരത്തിൻ്റെ ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി ആശയപടം പൂർത്തിയാക്കൂ. പടയണിയുടെ ചടങ്ങുകൾ, ഇവന്റ് മാനേജ്മെന്റ്, അത്തപ്പൂക്കളം, സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറം, എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഏതൊക്കെ സാംസ്കാരിക സവിശേഷതയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് പറയാനുള്ളത് കേട്ടോ. പടയണിയുടെ ചടങ്ങുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, സാമ്പ്രദായികമായിട്ടുള്ളതാണ് അല്ലേ. അടുത്തത് ഇവന്റ് മാനേജ്മെന്റ് ചലനാത്മകമാണെന്നുള്ള സവിശേഷതയായിട്ട് ബന്ധപ്പെടുത്താം. അടുത്തത് അത്തപ്പൂക്കളം നമുക്ക് പഠിച്ചെടുക്കുന്നതാണെന്നുള്ള സവിശേഷതയായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ പിന്നെന്താണ്? സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറം പ്രതീകാത്മകമാണ് അല്ലേ. അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നത് പങ്കുവെക്കുന്നതാണെന്നുള്ള സവിശേഷതയായിട്ട് ബന്ധപ്പെടുത്താം. അടുത്തതായിട്ട് സാംസ്കാരിക മാറ്റങ്ങളാണ് പറയുന്നത് കേട്ടോ. സംസ്കാരം ചലനാത്മകമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട്. സമൂഹത്തിലെ അംഗങ്ങളുടെ വൈകാട്ടിയാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിനുദാഹരണമാണ്. ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സാംസ്കാരിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണെന്ത് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴാണ് സാംസ്കാരിക മാറ്റം മുഖ്യമായും സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങൾ പ്രധാനമായും 3 രീതികളിലാണ് ഉണ്ടാകാറുള്ളത്. ഒന്നാമത്തത് സാംസ്കാരിക വ്യാപനമാണ് കേട്ടോ, കൾച്ചറൽ ഡിഫ്യൂഷൻ. വിവിധ ഭക്ഷണ വിഭവങ്ങളുടെ മെനുവാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിൻ്റെതല്ലാത്ത വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇത് നമുക്ക് കേരളത്തിൻ്റെതല്ലാത്ത പല വിഭവങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുണ്ട്, അതുപോലെ എന്താണ് അറേബ്യൻ വിഭവങ്ങളുണ്ട്. ഇവിടെ നമുക്കൊരു സാംസ്കാരിക വ്യാപനമാണ് കാണാൻ പറ്റുന്നത്. കേരളത്തിൻ്റെ ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം അന്യദേശങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണ രീതിയിൽ കലർന്നതായി കാണാം. ഒരു സംസ്കാരത്തിന് തനതു സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി. പാനിപൂരി, പനീർ ടിക്ക, ദാൽ മഖനി പോലുള്ളവ ഇതിനുദാഹരണങ്ങളാണ്. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. അപ്പോൾ സാംസ്കാരിക മാറ്റം 3 രീതിയിലാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഒന്നാമത്തതാണ് സാംസ്കാരിക വ്യാപനം. അതായത് ഒരു സംസ്കാരത്തിൻ്റെ തനതു സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ മാറ്റമാണ് അന്യ സംസ്കാര മാർജിക്കൽ. ഋതി സ്വന്തം നാട്ടിലെ തീജ് ആഘോഷിച്ചതിനു ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചില്ലേ. സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് ഋതി. ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ മാറ്റമാണെന്ത്? സാംസ്കാരിക സ്വാംശീകരണം അല്ലെങ്കിൽ കൾച്ചറൽ അസിമിലേഷൻ. കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് 5 വർഷം മുൻപ് കുടിയേറിയവരാണ് വിനുവും കുടുംബവും. അവിടെ സ്ഥിരതാമസമായി 4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു. ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ, ഭാഷ, സാമൂഹിക രീതികൾ, ഭക്ഷണ രീതികൾ എന്നിവയോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. ക്രമേണ അവർ ഓസ്ട്രേലിയൻ സാംസ്കാരിക രീതികളുമായി പൊരുത്തപ്പെടുകയും ചെയ്തു.
അപ്പോൾ കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൊഴിൽ സംബന്ധമായി എത്തിച്ചേർന്ന വിനുവിൻ്റെ അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഘടകങ്ങളാണ് വിനുവും കുടുംബത്തിനും സ്വീകരിക്കേണ്ടി വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ കാലാവസ്ഥ, ഭാഷ, സാമൂഹിക രീതികൾ, ഭക്ഷണ രീതികൾ ഇവയോടൊക്കെ പൊരുത്തപ്പെടാൻ ഇവർക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായി അവിടുത്തെ ഭാഷ, ഭക്ഷണ രീതികൾ തുടങ്ങിയവ വിനുവിന് പഠിച്ചെടുക്കേണ്ടതായി വന്നു. ഇങ്ങനെ കേരളീയനായ വിനു ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നിർബന്ധിതനായി. ഇത്തരത്തിൽ ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഒരു പ്രബല സംസ്കാരവുമായി വ്യക്തികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൽ ഇവ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്, ഋതിയുടെ കുടുംബം കേരളത്തിൽ താമസമാണെങ്കിലും അവരുടെ സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ പ്രബല സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്നു. അപ്പോൾ വ്യക്തികളോ സംഘങ്ങളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിനുവും കുടുംബവും സ്വന്തം സംസ്കാര രീതികളിൽ നിന്നും മാറി ഓസ്ട്രേലിയയിലെ പ്രബല സാംസ്കാരിക രീതികൾ സ്വാംശീകരിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുമ്പോൾ സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആട്ടോ ഇവിടെ പറയുന്നത്. അന്യ സംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ബാഹ്യ ഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട്. ഇപ്പോൾ സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. ഈ ബാഹ്യ ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സാംസ്കാരിക നവീകരണവും സാംസ്കാരിക മാറ്റവുമാണ് പറയുന്നത് കേട്ടോ. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പാചകത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഇനം അടുപ്പുകളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ അടുപ്പുകളുടെ നിർമ്മാണത്തിലും പാചക രീതിയിലും മാറ്റങ്ങളുണ്ടായി. ഇത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ ഗണ്യമായി സ്വാധീനിച്ചു. അപ്പോൾ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന വികാസങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്ക് ഇടയാകുന്നുണ്ട്. ഇന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി ഓൺലൈൻ സംവിധാനത്തെ കൂടുതലായി ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്ക് ഇടയാകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പാരിസ്ഥിതിക വ്യതിയാനങ്ങളും സാംസ്കാരിക മാറ്റങ്ങളാണ് കേട്ടോ. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യജീവിതത്തിലും പ്രതിഫലിക്കാറുണ്ടോ? ഇവിടെ കൊടുത്ത ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഉരുൾപൊട്ടൽ, വരൾച്ച, പ്രളയം, ഉയരുന്ന സമുദ്രജലനിരപ്പ് തുടങ്ങിയവ ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇത് ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ സാംസ്കാരിക മാറ്റങ്ങൾ ആന്തരിക ഘടകങ്ങളും ബാഹ്യ ഘടകങ്ങൾ വഴിയുള്ള മാറ്റങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആന്തരിക ഘടകങ്ങൾ വഴി സാംസ്കാരിക വ്യാപനം, അന്യ സംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം, ഇതൊക്കെ എന്താണ്? ആന്തരിക ഘടകങ്ങൾ വഴിയുള്ള സാംസ്കാരിക മാറ്റങ്ങളാണ്. ഇനി ബാഹ്യ ഘടകങ്ങൾ വഴിയുള്ള സാംസ്കാരിക മാറ്റങ്ങളാണ് സാംസ്കാരിക നവീകരണവും പാരിസ്ഥിതിക വ്യതിയാനവും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.